ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും താൻ തികഞ്ഞൊരു അയ്യപ്പ ഭക്തനാണെന്നും ഗോവർദ്ധൻ പറയുന്നു. ഷെവീദ് റാവുത്തർ ശരിയാണ്. ഷെവീദെ, ശരിക്കും അയ്യപ്പ ഭക്തി നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക? പറഞ്ഞോളൂ. ഈ ഹൈക്കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള തോമസ് ആനക്കല്ലിങ്കൽ വഴിയാണ് നിലവിലിപ്പോൾ ഈ ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ആ ജാമ്യ ഹർജിയിൽ വളരെ വിശദമായിട്ടുള്ളൊരു ജാമ്യ ഹർജിയിലാണ്. അതിൽ അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല എന്നുള്ള കാര്യം പറയുകയാണ് ജാമ്യ ഹർജിയിൽ. മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. 2009 മുതൽ പടിപൂജയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ എത്തിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം അയാളുടെ പ്രൈമറി പോയിന്റ്, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രൈമറി പോയിന്റ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. 2017 പടിപൂജയുമായി ബന്ധപ്പെട്ട 5,20,000 രൂപ സംഭാവനയായി ശബരിമലയിൽ നൽകി. കൂടാതെ അന്നദാനത്തിനടക്കം പലപ്പോഴും പണം നൽകിയിട്ടുണ്ട്. മറ്റു ചില കാര്യങ്ങൾക്കും, അതായത് ഈ ഫ്ലഡിന്റെ സമയത്ത് ദേവസ്വം ബോർഡിന് 5.5 ലക്ഷം രൂപ ഇയാൾ കൈമാറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. ഇനി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന വാദം 2018-19 കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ കട്ടിളപ്പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് സ്പോൺസറിനെ ആവശ്യമുണ്ട് എന്ന രീതിയിൽ തന്നെ സമീപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് താൻ സ്വർണം സ്പോൺസർ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ജാമ്യ ഹർജിയിലെ ഗോവർദ്ധന്റെ പ്രധാനപ്പെട്ട വാദം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ശ്രീകോവിലിന്റെ വാതിൽപ്പടിക്ക് വേണ്ടി 321 ഗ്രാം അത് സ്വർണം താൻ സംഭാവന ചെയ്യുകയാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. ശബരിമലയിലെ ഉദ്യോഗസ്ഥരുടെ അടക്കം അറിവോടുകൂടി ഇക്കാര്യം ഇവിടെ നിന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. ശേഷം അത് ക്രോസ് ചെക്ക് ചെയ്തു. പിന്നാലെ ഇത് പുനഃസ്ഥാപിക്കുന്ന സമയത്ത് അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് താൻ ഇതിന്റെ സ്പോൺസർ ആയതുകൊണ്ടാണ്. മാത്രവുമല്ല ശബരിമലയിലെ സ്വർണം എന്ന രീതിയിൽ സ്വർണം താൻ വാങ്ങിയിട്ടില്ല എന്നും സ്വർണ്ണ വ്യാപാരി ആയതുകൊണ്ട് തന്നെ സമീപിച്ച കൽപേഷ് വഴി തന്നിലേക്ക് എത്തിയ സ്വർണം താൻ വാങ്ങുകയാണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഗോവർദ്ധൻ ഏതായാലും ഈ ജാമ്യ ഹർജിയിൽ പറയുന്നത്. സ്വാഭാവികമാണ് അദ്ദേഹത്തിന് പറയാൻ ആ വാദങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ ജാമ്യ ഹർജിയിൽ പ്രത്യേകിച്ച് ഈ രണ്ടുപേരുടെ പങ്കജ് ഭണ്ഡാരി അതേപോലെ ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി ജാമ്യ ഹർജി നൽകിയിട്ടില്ല, പക്ഷേ ഗോവർദ്ധൻ ഇപ്പോൾ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നു. അതിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് അത് നിർണായകമാകും. ഓക്കെ, താങ്ക് യു. എന്തായാലും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.